അസ്സലാമലൈക്കും. ദിയ ഫാത്തിമൻ്റെ ഉപ്പ ഉമ്മ 2014 കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് 2014 ഒരുപാട് വേദന തന്ന ഒരു വർഷമായിപ്പോയി. ഇപ്പോൾ 2025 ഇൻഷാ അല്ലാഹ് ഈ വർഷമെങ്കിലും നമ്മളെ മോളെ കിട്ടട്ടെ. ഒരുപാട് പ്രാർത്ഥനയാണ്, ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേണ്ടപ്പെട്ട ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പെട്ടെന്ന് തീരുമാനമാകും തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ. പിന്നെ 2014 മുതൽ 10 വർഷം നമ്മൾ നല്ലോണം അനുഭവിച്ചിട്ട് തന്നെയാണ്, നല്ല രീതിയിൽ നമ്മൾ നല്ല വേദന തന്നിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. 2014 മോള് പോയ ദുഃഖത്തിൽ വല്ലാത്ത വേദനയിൽ ഞങ്ങൾ ജീവിച്ചു വരികയാണ്. പക്ഷെ 2024 അതിലേറെ വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇത്ര കാലം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഞാൻ മുന്നിലേക്ക് വന്നിട്ടില്ല. ഇപ്പം വന്നതിന് കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് വേദന ഉണ്ട്. എന്താന്ന് പറയണ്ടേ. പിന്നെന്താണ്, ഒന്നെന്ന് വെച്ചാൽ കുട്ടിൻ്റെ ഉപ്പ കുട്ടിനെ വിറ്റതാണ് 20 ലക്ഷത്തിന്. ഞാൻ ഇപ്പോൾ കണ്ട് പക്ഷേ വീഡിയോ ഇട്ടിട്ട് 1 മാസം കഴിഞ്ഞു. ഞാൻ കണ്ടത് മിനിഞ്ഞാന്നാണ്. പക്ഷെ അത് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അന്നൊരു ദിവസം ഫുള്ള് എനിക്ക് ആ ഒരു ടെൻഷനായിരുന്നു. 20 ലക്ഷത്തിന് വിറ്റതാണ്. ഉപ്പ എന്തിന് പേടിക്കണ്, 20 ലക്ഷത്തിന് വിറ്റതോ എന്ന് വെച്ചിട്ടൊരു തമ്പയും കൊടുത്തിട്ട്, അതായത് എന്തായാലും ഒരു സ്ത്രീയാണ് വീഡിയോ ചെയ്തത്. ഞങ്ങൾ വീഡിയോ ചെയ്തപ്പം പറഞ്ഞു റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തു, ഓക്കെ. പക്ഷേ അല്ലാത്തവർ ചെയ്തത് ദിയമോടുള്ള സ്നേഹം കൊണ്ടുവന്ന്. അത് ഒന്ന് ചിന്തിച്ചൂടെ, എന്തായിരിക്കും എന്നുള്ളത്. ഇത്രയും കാലം ഞങ്ങൾ കുട്ടീൻ്റെ ബേക്കിലാണ് സഹകരിച്ചവർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ കൂട്ടത്തിൽ സഹകരിച്ച് പോയവരുണ്ട്. പക്ഷേ സഹകരിച്ചതിൻ്റെ കൂടെ ഉപദ്രവം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല. ഉപ്പ വിറ്റു, എന്ത് വിറ്റു, എന്ത് നന്നാ ഈ പറയുന്നവരൊന്നും അത് തെളിയിച്ചു തരണം. എന്താണെന്ന് വെച്ചാൽ എന്നെയോ എൻ്റെ കുടുംബത്തിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ടീമുകൾ, നമ്മൾ കണ്ടിട്ട് ഒരു അറിയാത്ത ടീമുകളാണ് ഇതൊക്കെ ചെയ്ത്. ഇൻഷാ അല്ലാഹ് അവരവരെ വഴിക്ക് പോട്ടെ. എന്തായാലും ഇത് തെളിയട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഞാൻ വന്നിട്ടില്ല. എന്താന്ന് വെച്ചാൽ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റൂല. എന്തെല്ലാം പറയുന്നത് എന്നറിയോ അതിൽ. പിന്നെന്താണ്, കുട്ടീനെ മറ്റുള്ളവർക്ക് കേസ് അന്വേഷിക്കാൻ കൊടുക്കാതിരിക്കുകയാണെന്ന് ഒരിക്കലുമല്ല. നമ്മളെ മോളെ എനിക്കില്ല കുട്ടീൻ്റെ ദിയമോളെ സാദൃശ്യം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും നമുക്ക് അന്വേഷിക്കാൻ പോകാം. പിന്നെ ദിയമോളെ ഉപ്പയും പറയും നമുക്ക് പോയോക്കല്ലേ. അഥവാ നമ്മളെ മോളാണെങ്കിലോ ചിലപ്പോൾ ഇതല്ലൊരു വഴി തെളിയിച്ച് തന്നതാണെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഓടലാണ്. അങ്ങനത്തെ ഇതിലേക്ക് ഇപ്പം പറയുന്നത് കേൾക്കുന്നത്. പിന്നെ കുട്ടിനെ 20 വേണ്ട, അവർ നല്ല പൈസ മേടിച്ചിട്ടുണ്ട്, കുട്ടിനെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോണ്ടല്ല ഹൃദയമുള്ള ഒരു ഉമ്മാക്കുപ്പാക്കും ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഹൃദയമുള്ളവർക്ക് അത് താങ്ങാൻ കഴിയില്ല. പക്ഷെ അത്രയ്ക്ക് വേദന ഉണ്ടാക്കി ഓരോ വീഡിയോ അല്ല ഈ പറയുന്ന വ്യക്തി ഉണ്ടാക്കിയത്. 1 മാസം മുന്നേ അവരിട്ട വീഡിയോ ആണ്. പക്ഷെ ഞാൻ കണ്ടത് മിനിഞ്ഞാന്നാണ് ഞാൻ കണ്ടത്. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. വീണ്ടും പറയുന്നത് എന്തെന്നറിയാം, മനസ്സിൽ അത്രത്തോളം വേദന ഉള്ളതുകൊണ്ട് ഒരു ഉമ്മയെ ഞാൻ, എൻ്റെ മോളെ ദിയമോളെ ഉമ്മയെ ഞാൻ ഞങ്ങൾക്കെന്ത് വിഷമമില്ല. ഇതെല്ലാം കേട്ട് നിൽക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? മാനസികമല്ല, അതിൻ്റെ അപ്പുറത്തായിപ്പോയി. കുട്ടി പോയതിനെക്കാട്ടിലും ദുഃഖം കൂടുതൽ അനുഭവിക്കുക. മറ്റുള്ളവർ നമ്മളെ കുട്ടീനെ വിറ്റുന്ന പഠിച്ചനെ ഇങ്ങനത്തെ പേര് കേൾക്കുമ്പോണ്ടല്ലോ കൂടുതൽ പരീക്ഷണമാണല്ലോ. കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാല് എന്തായാലും ഇതൊക്കെ കാണുന്ന മേലായ റബ്ബ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പടച്ചോനെടുത്ത് എന്തായാലും ഇതിന് മറുപടി ഉണ്ട്. നമ്മൾ ആരടുത്തില്ലെങ്കിലും പടച്ചോനെടുക്കുന്ന ഒരു മറുപടി തീർച്ചയായിട്ടും ഇതിനുണ്ടാവും. ഒന്ന്. രണ്ടാമത്, ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തുചാടുന്ന വ്യക്തിയാണ്. ഞാൻ എടുത്തുചാടുന്നല്ല, എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്, എൻ്റെ മോളാണ്. അപ്പോൾ ഞാൻ ഇല്ലാത്തതും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും മറുപടി കൊടുക്കും. എനിക്കാണല്ലോ എൻ്റെ അനുഭവമാണല്ലോ. അപ്പം ഞാൻ അതിനെന്തായാലും മറുപടി കൊടുക്കും. അതിന് ആരും കുറച്ചായിട്ടൊന്നും ഒരു വിഷയമില്ല. പിന്നെ നമ്മളെ മോളെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. ഇൻഷാ അല്ലാഹ്
എന്തായാലും 20 ലക്ഷത്തിന് ഞാൻ വിറ്റത് എന്ന് പിന്നെ പറഞ്ഞ ഒരു വ്യക്തി കാര്യം, ഇവിടെ എന്തായാലും തെളിയിക്കണം. ഞാൻ ഇതിന്റെ വഴിക്ക് നീങ്ങാണ്ടിരിക്കൂല. എനിക്ക് ഇനി എനിക്ക് പറ്റൂല, ഇനി എനിക്ക് താങ്ങാൻ പറ്റൂല. ഞാൻ എന്തായാലും തെളിയട്ടെ, ഇത് തെളിയണം എന്ന് ഞാൻ പറയുന്നത്. ഇനി എല്ലാരും സംശയം തന്നെ. എന്റെ മോൾ ഞാൻ 2024 കുറേ 2014 തൊട്ട് 2024 വരെ അനുഭവിച്ചു. പടച്ചോനെ ഇനിയെങ്കിലും എൻ്റെ കുട്ടിനെ കിട്ടിയിട്ട് സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ അതിന് മേലുള്ള റബ്ബ് ശരിയാക്കി തന്നാൽ മതിയായിരുന്നു. ഇത്രയും കാലം മിണ്ടാണ്ട് നടന്നു എന്തെല്ലാം പലതും ഞങ്ങൾ കേട്ടിട്ട് മിണ്ടാന്ന്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അടങ്ങിയിരുന്നൂടെ, നിങ്ങൾക്ക് കുട്ടീനെ പറ്റി അന്വേഷിച്ചൂടെയെന്ന്. പക്ഷെ ഇത് കേട്ട് നിൽക്കും. നിങ്ങൾ തന്നെയാണല്ലോ ഇതെല്ലാം കേൾക്കുന്നതൊക്കെ. മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ തന്നെയാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ സ്വന്തം ഉമ്മി ഒപ്പി വന്ന് പറയുമ്പോൾ കൂടുതലും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്ന് പറയുന്നതാണ്. എന്തെന്ന് വെച്ചാൽ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാം, ഞങ്ങളായതുകൊണ്ട് പിടിച്ചത്. വേറെ ആരെങ്കിലും ആണ് പണ്ടേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ജീവന് വരെ എന്ത് കണ്ടിട്ടാന്നറിയില്ല. സത്യം പറയാം, എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പടച്ചോനെ വല്ലാത്തൊരു അവസ്ഥ, ഇത് വല്ലാത്തൊരു പരീക്ഷണം റബ്ബേ, വല്ലാത്തൊരു പരീക്ഷണം. സഹിക്കാൻ പറ്റുന്നില്ല, മടുത്തിട്ടുള്ളത്. എന്തിനാണാവോ ഇവരിങ്ങനെ ഒരുമ്പിട്ടിറങ്ങിയെന്ന് അറിയില്ല. ഇതിപ്പോൾ ആ വ്യക്തി ഏതാണെന്ന് നമ്മളൊന്ന് ഒരിക്കൽ ഫോൺ വരെ വിളിച്ചിട്ടില്ല. നമ്മളെക്കുറിച്ച് എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഈ വീഡിയോയിൽ കണ്ട് പരിചയമേ ഉള്ളൂ. അല്ലാണ്ട് എന്തറിഞ്ഞിട്ടാണ് ഇവരൊക്കെ ഈ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിന്തിച്ചാൽ പോരെ, അവരാണ് റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്നത് എന്ന്. നടക്കട്ടെ, പടച്ചോനാണ് വലുത്. എന്തായാലും ഇത് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. എന്തായാലും ഇതിന്റെ എന്തായാലും മറുവശം കാണാതെ, ഇതിനുള്ള ഉത്തരം കാണാതെ ഇനി എന്തായാലും അടങ്ങിയിരിക്കണ ഒരു പരിപാടിയില്ല. എന്തായാലും അറിയട്ടെ. എന്താ നമ്മൾ ചെയ്താൽ നമ്മളാണത് കുട്ടീനെ ഒപ്പ് വിറ്റു എന്നാണെങ്കിൽ തെളിയട്ടെ, എല്ലാം തെളിയട്ടെ. ഞാൻ പറയട്ടെ, എന്തിനു നമ്മൾ പേടിക്കേണ്ട ആവശ്യം, ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, സാറേ എൻ്റെ കുടുംബത്തെ ഈ ഒരു കേസിൽ സംശയം ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ മോളാണ്, അപ്പോൾ അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മളെ കുടുംബത്തിന് സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയുക, കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിക്ക് നോക്കുന്ന 2 കാര്യങ്ങൾ: ഒന്ന് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുക, കുഴപ്പമില്ല. 2 ഹിപ്നോട്ടിസം. ഈ 2 കാര്യങ്ങൾക്ക് നമ്മൾ എന്തേ തയ്യാറാണ്, നമ്മളെ സംശയം ഉണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറയണ്ടേ, മനുഷ്യന്മാരെ ഒരേ അവസ്ഥയൊന്ന് ഓർത്തിക്കുക. പല രീതിയിൽ രാഹുലിൻ്റെ കേസിൽ രാഹുലിൻ്റെ അമ്മേനെ കുറിച്ചായിരുന്നു ഒരുപാട് ഇത് പറഞ്ഞത്. അതായത് പല രീതിക്ക് ആ പാവ സ്ത്രീയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. മനുഷ്യന്മാർ പല വിധത്തിലാണ് കേൾക്കും. പക്ഷെങ്കിൽ ഇത് എന്ത് വിധത്തിലാണെങ്കിലും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് വേറെ തന്നെയാണ്. കാരണം ഒന്നും നമ്മളെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾ പോലും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, കുട്ടി പോയ അന്ന് മുതലേ എല്ലാ പത്രക്കാർ വന്ന പത്രക്കാർ മുമ്പിൽ ഓരോ മാധ്യമക്കാർ വന്നാലും അവരെ മുന്നിൽ ഇതെല്ലാം അവരെ മുന്നിൽ പോയി നിൽക്കുന്ന എന്തിനാന്ന് പറയാം, എൻ്റെ മോളെ എവിടെങ്കിലും ഒരു തുമ്പെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് മുന്നിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ അതന്നെ. എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലും എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരു മോള് ജനിച്ചെന്ന് നമുക്ക് അറിയാലോ. മോള് നമുക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. അത് എന്തായെന്നുള്ളതിൻ്റെ ഒരു ഇതൊന്ന് പടച്ചൊന്നും തെളിവ് തന്നെങ്കിൽ എവിടെയോ ഞങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ട്. എന്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ കണ്ടു കിട്ടാൻ, കുട്ടീൻ്റെ എന്തെങ്കിലും ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഇടക്ക് പല രീതിക്കും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തൊന്നുമല്ല, കുറച്ച് ആൾക്കാർ ഭാഗത്തുനിന്ന് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, എന്തായാലും ഞാനെന്താ പറയണെന്ന് വെച്ചാൽ ഇതെല്ലാം കലങ്ങി തെളിയാതെ എവിടത്തേക്കും പോവില്ല. പക്ഷെ നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കൊന്ന് അടങ്ങിയിരുന്നൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല, ഇരിക്കാൻ എനിക്ക് കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം കേട്ട് മടുത്ത് ഞാൻ എത്ര അനുഭവിക്കുന്നുണ്ടറിയാം. എൻ്റെ മോള് പോയി കഴിഞ്ഞതിന് ശേഷം എത്രയും അനുഭവിക്കുന്നത്. എൻ്റെ മോളെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. പൊന്നു മോളെക്കുറിച്ചുള്ള ചിന്തയെ ഞങ്ങൾക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ഈ നിങ്ങൾ അതെന്തിനാ നോക്കുന്നത്, കമൻ്റ് ഒന്നും നിങ്ങൾ നോക്കണത്. പക്ഷെ ഉണ്ടല്ലോ, നമ്മളെ കുറിച്ചാണ് പറയുന്നത്, നമ്മളെ കുറിച്ചാണ്, കുട്ടീൻ്റെ ഉപ്പാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്കത് വേദനിക്കൂലേ? നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആരും അറിയുന്നില്ലല്ലോ. എന്തായാലും
ഞാൻ 20 ലക്ഷത്തിന് ഞാൻ കൊടുത്തെന്ന് പറയുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. പൈസ എന്തോ മേടിച്ചിട്ടുണ്ട് അതാണ് ഭയക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. 20 ലക്ഷം അങ്ങനെയാണെങ്കിൽ നമ്മളെ പിന്നെ എന്താണ് വീഡിയോന്റെ മുന്നിലൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയണോ? ഒരു കാര്യം പറയട്ടെ, 20 ലക്ഷത്തിന് ഞാൻ കൊടുത്തെന്ന് പറഞ്ഞ വ്യക്തി 20 ലക്ഷത്തിന് കൊടുത്തിനെങ്കിൽ 2014 മുതൽ ഇങ്ങോട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം എത്ര പൈസ ഉണ്ടെന്ന് വേണമെങ്കിൽ വരാൻ കാണിച്ച് 24 രൂപയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ. അത് പൈസൻ്റെ കണക്ക് പറയുന്നതല്ല ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ 20 ലക്ഷത്തിന് ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ കടത്തിൽ മുങ്ങിയിട്ട് നടക്കുക. അതായത് എനിക്ക് ആകെയുള്ള കടം ഒരു 3-3.5 ലക്ഷം റുപ്യ എടുത്താൽ എനിക്ക് മൊത്തം വീടിൻ്റെ ലോൺ ഇപ്പോൾ കുറച്ചുള്ള കടങ്ങളൊക്കെ, അതിനും വലിയ കടങ്ങളുണ്ടായിരുന്നു. കുട്ടീൻ്റെ കേസിൽ പോയി ഇഷ്ടംപോലെ കടം ഉണ്ടായിരുന്നു. അതൊക്കെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ 20 ലക്ഷത്തിന് ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ ഈ 2-3 ലക്ഷം റുപ്യ വീട്ടാൻ എനിക്ക് എന്തൊരു എളുപ്പമാണ്. എന്തോ ഒരു ബുദ്ധിയില്ലാത്ത കുറേ മനുഷ്യന്മാർ വായി തോന്നി വിളിച്ച് പറയാം. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. എന്താണ് പിന്നെ എന്നെക്കുറിച്ച് പല രീതിയിലും പറയുന്നുണ്ട്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാൽ കമൻറ്റിൻ്റെ അപ്പം മറുപടി കൊടുക്കും. എന്നെക്കുറിച്ച് പറയുന്ന എൻ്റെ കാര്യങ്ങളെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി തീർച്ചയായിട്ടും കൊടുക്കും. അത് സംഭവം ജനുവൻ ആണെങ്കിൽ നമ്മൾ അതിന് ഒരു മറുപടിയും കൊടുക്കില്ല. എത്രയോ ആൾക്കാർ മറുപടി അതിന് നമ്മൾ നല്ല മറുപടി കൊടുക്കും. പക്ഷേ കഥയിലത് ജീവിതത്തില് പിന്നെ ശ്രീകണ്ഠൻ നായർ ഷോ, അതുപോലെ പിന്നെ എന്താണ് വേറെ FIR ഏതെല്ലാം പിന്നെ പല ചാനലുകളിലും ഞങ്ങൾ വന്നിട്ടുണ്ട്, യൂട്യൂബേഴ്സിൽ എന്തെല്ലാം വന്നിട്ടുണ്ട്. എന്തിനാ നമ്മള് മൂടി വെക്കണം? അഥവാ അടഞ്ഞു പോയെന്ന് വെച്ച് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് കാണുന്നത്. പക്ഷേ എന്റെ കുട്ടിനെ കുറിച്ച് ഇനി പറയുന്നില്ല, എന്റെ കുട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നുള്ള രീതിക്ക് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും പുറത്തേക്ക് വരുന്നത്. എന്താന്ന് വെച്ചാൽ വീണ്ടും ഞങ്ങളത് ചാടിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോണ്ടല്ലോ, അത് ആ ഒരു വ്യക്തി, ആ ഒരു സ്ത്രീ പറയുമ്പോൾ വല്ലാണ്ട് മനസ്സിൽ കൊള്ളുന്നുണ്ട്. എന്തായാലും പറയട്ടെ, അതിപ്പോ അതവർ ചെയ്തോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അത് എന്തായാലും അങ്ങനെ തന്നെ ആട്ടെ. അത് അതിന്റെ വഴിക്ക് പോട്ടെ. പിന്നെ അത് എന്തായാലും തെളിയിക്കും. വേറൊരു കേസ് എടുത്ത് തെളിയിച്ചില്ലെങ്കിലും അത് എന്തായാലും തെളിയിക്കും. കാരണം എന്താ വെച്ചാല് ഞാൻ എൻ്റെ കുട്ടിനെ വിറ്റിനെങ്കിൽ അത് തെളിയണം. അത് പറഞ്ഞ വ്യക്തി അതെന്ത് കാരണം കൊണ്ടാന്ന് പറഞ്ഞതെന്നും അതും തെളിയിക്കണം. അവർക്ക് എന്താണ് തെളിവുള്ളത്, എന്താണ് എൻ്റെ കുട്ടിനെ കുറിച്ച് നമുക്കറിയുന്നത്ര വേറെ ആൾക്കറിയാം. നമ്മൾ പറഞ്ഞ അറിവല്ലാണ്ട് വേറെ ആൾക്ക് എന്തറിവുള്ളത്. അപ്പോൾ ഞാൻ 20 ലക്ഷം റുപ്യക്ക് എൻ്റെ മോളെ വിറ്റിനെങ്കിൽ അത് ആ പറഞ്ഞ വ്യക്തിയെ കൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തായാലും തെളിയിക്കും. കാരണം എന്ന് വെച്ചാൽ ഏത് ഇതാണെങ്കിലും തെളിയിക്കും. കാരണം അതിൻ്റെ പേരിൽ എന്ത് വന്നാലും ശരി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. കാരണം അതെന്തായാലും തെളിയിക്കാണ്ട് ഞാൻ വിടൂല. കാരണം എൻ്റെ മോക്ക് വേണ്ടി ഞാൻ നടന്ന, അല്ലെങ്കിൽ നമ്മളെ അവസ്ഥ, നമ്മളെ വേദന, നമ്മൾ അനുഭവിക്കുന്ന വേദന അറിയാണ്ട് ഒരിക്കലും വേറെ ആരെങ്കിലും വാക്ക് കേട്ടിട്ട് പറയാൻ നിൽക്കരുത്. പിന്നെ ഇപ്പോൾ ഒരു കുട്ടീൻ്റെ കേസിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ എന്താ പറയണ്ടേ, അതിൻ്റെ കേസൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ചതിന് മറുപടിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ വഴിക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ 2 ദിവസം കൊണ്ട് കിട്ടുന്ന മറുപടി അല്ല, നമ്മൾ കൊടുത്തിട്ടുണ്ട്. പുതിയ ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, CBIക്ക് കൊടുക്കാന്ന് ലീവ് ആയതുകൊണ്ട് അതൊക്കെ ചെയ്തോണ്ട് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നുണ്ട്. അതിന്റെ ബാക്കിൽ തന്നെ ഇപ്പോഴേ ഇന്നും കൂടെ പോയിട്ടേ ഉള്ളൂ, സ്റ്റേഷനിൽ പോയിട്ടേ ഉള്ളൂ. ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മളിങ്ങനെ പറയുന്ന കാര്യമല്ലാണ്ട് വേറൊന്നും ഒരാൾക്കും അറിയില്ല. പിന്നെന്ന് വെച്ചാല് കുട്ടീന്റെ കേസിട്ട് ജസ്റ്റ് ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം. 2018 ക്രൈംബ്രാഞ്ച് ക്ലോസ് ചെയ്ത കേസ്, ക്ലോസ് എന്ന് വെച്ചാൽ അവർ അന്വേഷണം അവർ നിർത്തിവെച്ച കേസ് ഇന്ന് വരെ വേറൊരു വ്യക്തികൾക്കും കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കി വന്ന വീഡിയോകളൊക്കെ പറയുന്നത് ക്രൈംബ്രാഞ്ചിന് കൊടുത്ത് ആളെ കൊടുത്ത് ഒരു നമ്മള് ഒന്ന് ചിന്തിച്ചാൽ മതി. എന്ന് വെച്ചാൽ 1.5 വയസ്സിലാണ് നഷ്ടം. 1 വയസ്സ് 5 മാസം ഉള്ളപ്പോഴാണ് നഷ്ടപ്പെടുന്നത്. ഒരു ഉമ്മാനെ ചൂടേറ്റ് കിടക്കേണ്ട മോളാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന് ആ ഒരു വേദനയിൽ എത്ര കൊല്ലം ഇന്നലെ കഴിയുന്നത്. പിന്നെ മക്കളുള്ള ഉമ്മമാർക്കറിയാം അതിൻ്റെ വേദന. മക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാർക്കറിയാം എത്രത്തോളം നമ്മൾ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ ഒന്നും വേണം, ഒരു ഭക്ഷണത്തിന് കുറച്ചൊരു പിന്നെന്താണ് വേണ്ടാന്നുള്ള എന്തെങ്കിലും ഒന്ന് കാണിച്ച് നമുക്ക് ഒരു സമാധാനക്കേടെ ആയിരിക്കും. പഠിച്ചോനെ എൻ്റെ കുട്ടി ഒന്ന് തിന്നാതെയാണല്ലോ കിടക്കുന്നല്ല നടക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കുക. അവർക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ തന്നെ ആയിരിക്കും. നമുക്ക് മനസ്സിന് എപ്പോഴും ഇടിപ്പായിരിക്കും. പഠിച്ചോനെ എന്ത് തിന്നാത്ത എന്താ അസുഖം വന്നിട്ട് കുറയാത്തതെന്ന്. മക്കളുള്ള ഉമ്മമാർക്ക് എന്തായാലും അതിനെക്കുറിച്ച് നല്ലോണം അറിയാം. സ്നേഹിക്കുന്ന ഉമ്മമാർക്ക് ശരിക്കും അറിയാം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഈ പറയുന്നവരൊന്ന് ചിന്തിച്ചാൽ മതി. എത്രത്തോളം ഒരു കുട്ടി നഷ്ടപ്പെട്ട് കുട്ടി 1.5 വയസ്സിൽ ഒരു ഉമ്മാനെ ചൂടേറ്റ് കിടക്കേണ്ട മോളാണ് എന്തായതെന്ന് പോലും അറിയാതെ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഉമ്മാന്റെ വേദന എത്രത്തോളം ഉണ്ടാവും, ആ കുടുംബത്തിന്റെ വേദന എത്രത്തോളം ഉണ്ടാവും എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് പറയാനുള്ള ഒരു കാര്യം,
എൻ്റെ ഭാര്യ ഇവക്ക് എന്നെ കുറിച്ച് അറിയാം. എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, എൻ്റെ മക്കളെ എങ്ങനെ നോക്കുന്നുണ്ടെന്ന് ഇവക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എൻ്റെ സ്വഭാവം നല്ലോണം ഇവക്കറിയാം. എൻ്റെ കൂടെ എൻ്റെ മോളെ അങ്ങനെ എന്തെങ്കിലും കേസായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളൊരു കാലത്തും അങ്ങനെ ഇവിടെ സ്വഭാവം എന്ന് വെച്ചാൽ എന്തും വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ മോളെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ കൂടെ നിൽക്കില്ല, എൻ്റെ കൂടെ ജീവിതത്തിൻ്റെ നിൽക്കില്ല. എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, എങ്ങനെ നോക്കുന്നുണ്ട് ഇവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് എൻ്റെ കാര്യം എൻ്റെ റബ്ബിനെ ഒന്ന് ബോധ്യപ്പെടുത്തുക. പിന്നെ എൻ്റെ മക്കളെ കേസിൽ ഇവക്ക് മനസ്സിലാവും. ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ മോളെ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് ഒന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ അതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. എങ്ങനെയൊക്കെയാണ് നമ്മള് മരവിച്ചിട്ട് കല്ലാണോ മരാണോ പക്ഷെ എന്തായാലും കണ്ണീരിന്റെ വില അത് വേറെ തന്നെയാണ്. റബ്ബ് കുറിച്ചിട്ടുണ്ടാവും. കണ്ണീരിന്റെ മനസ്സ് പൊട്ടിയിട്ടുള്ള വേദനക്ക് മറുപടി റബ്ബ് കൊടുക്കും, എന്തായാലും കൊടുക്കും, അത് ഉറപ്പാണ്, തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോൾ കൊടുക്കാണ്ടിരിക്കില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം നല്ല വഴിക്ക് നടക്കട്ടെ. 2025 എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. ഇന്ന് കിട്ടും നാളെ കിട്ടുന്ന നമുക്ക് എന്താണ് നമ്മൾ അന്വേഷിച്ച കുട്ടി, നമ്മളെ കുട്ടി എന്ന് പറയുന്നതൊക്കെ അന്വേഷണം അതൊക്കെ കാര്യമായിട്ട് പോയിട്ടുണ്ട്. നമ്മളെ വയസ്സ് കുറവുണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും വീണ്ടും ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടിയാണ്, ഞങ്ങൾക്ക് ഇന്ന് കാണണം, ഞങ്ങൾ DNA ടെസ്റ്റ് ചെയ്യണം എന്ന് തന്നെ പറയുന്നുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ആ കുട്ടീനെ നമ്മളതല്ലാന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, നമ്മളും അതിൻ്റെയും ബേക്കിലുണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ നല്ല വഴിക്ക് പോട്ടെ. എല്ലാം പറയുന്നവര് പറയട്ടെ. നിങ്ങൾ ദുആ ചെയ്യല്ല, എല്ലാരും ദുആ വേണം. എന്താ വെച്ചാൽ എന്റെ മോൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന വെച്ചാൽ ആരെതെങ്കിലും ഒരു പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളെ എല്ലാരും ഉണ്ടല്ലോ, എല്ലാവർക്കും മക്കളുണ്ടല്ലോ, മക്കളുള്ളവർക്ക് നന്നായിട്ട് അറിയാം മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന്. ആരും മക്കളില്ലാത്തവരല്ലേ, ഏകദേശം എല്ലാവർക്കും മക്കളുള്ളതല്ലേ. നമ്മൾ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പറയുന്നവരൊക്കെ പറയട്ടെ. ഇപ്പോഴതാ ഇപ്പൊ മിനിഞ്ഞാന്ന് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അത് മിനിഞ്ഞാന്ന് ഇതൊക്കെ കണ്ടു കേട്ടിട്ട് എന്തെങ്കിലോ വിഷമം കയറിപ്പോയി എനിക്ക്. പക്ഷെ കാണാതിരിക്കാൻ വയ്യ. ദിയമോളെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് നോക്കിപ്പോവും, കമന്റും നോക്കും, നമ്മളത് പറയും. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലുണ്ടാകുന്നു ഇവരെന്തിനും ഇങ്ങനെ ഇതിന്റെ മുന്നിൽ വന്നിട്ട് അതും പറയണ, കുട്ടീനെ കണ്ടെത്താൻ നോക്കാനുള്ളതിന് മറ്റുള്ളവർ അതും പറഞ്ഞതിന് പിന്നെ ഇവരെന്തിനേയും വർത്താനം പറയണ്ടേന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ അറിയണല്ലോ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ ഇതിന് എത്രമാത്രം നടക്കുന്നുണ്ടെന്ന്. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. പലതും പലതരത്തിലാണ് പ്രചരിപ്പിക്കുന്നത്. പിന്നെന്താണ് ഞങ്ങളോട് വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, കുട്ടീനെ നിങ്ങളെ കൈയിൻ്റെ അടുത്ത് എത്തിയിട്ട് നിങ്ങൾ എന്താ അന്വേഷിക്കാത്തതെന്ന്. പിന്നെ ഓരോ സ്ഥലത്തു നിന്ന് കോളുകൾ വന്നോണ്ട് നിൽക്കും. നമ്മൾ തന്നെ വിചാരിച്ചിരുന്നത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മൾ കുട്ടീൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. എന്ത് പറയാനാ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഫലമില്ല. എന്തായാലും നമ്മളെ മോളെ കുറിച്ച് അംഗീകരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് എന്തായാലും അറിയാം ഇവരെത്രത്തോളം അവർക്ക് ഹൃദയമുള്ളവർക്കാണല്ലോ മനസ്സിൽ സ്നേഹം, സങ്കടം, വേദനയൊക്കെ അറിയുള്ളൂ. സന്തോഷം, സങ്കടം, വേദനയൊക്കെ മറ്റുള്ളവരുടെ വേദന നന്നായിട്ട് അറിയാം. ഹൃദയമുള്ളവർക്ക് അതിന് പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളും മനുഷ്യന്മാരാണ്. നമ്മൾ കരിങ്കല്ലോ ഇതൊന്നല്ല, ഇരുമ്പൊന്നല്ല. നമ്മളെ ഹൃദയം കട്ടിയില്ലാത്ത ഹൃദയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചു പോയിക്കോട്ടെ. കാരണം നമ്മളെ മോളെ കിട്ടുന്നവരെങ്കിലും നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് പോകും. മോളെ കിട്ടുന്നവരെ പിന്നെ നമ്മളെ മോളെ കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. നമ്മളെ മോളെ കിട്ടിക്കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി നിൽക്കുക. പക്ഷേ ഒരിക്കലും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒന്നും അറിയാത്ത ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അതിന് എന്തായാലും ഇൻഷാ അല്ലാഹ് അത് തെളിയിക്കും. കാരണം നമ്മളെ കുറിച്ച് അറിയാത്തവരുണ്ടാവും. ചിലപ്പം മറ്റുള്ള വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ശരിയായിരിക്കുമോ എൻ്റെ സുഹൃത്തിന്റെ പങ്ങള് എൻ്റെ സുഹൃത്തിന് വീഡിയോ അയച്ചു കൊടുത്ത് കുട്ടിൻ്റെ ഉപ്പ എന്നെ വിറ്റാണല്ലോ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ തന്നെ അങ്ങോട്ട് പറഞ്ഞത് 20 കൊല്ലത്തിന്റെ മേലെയായിട്ട് എനിക്ക് പരിചയമുള്ള വ്യക്തി, ഓൻ്റെ സ്വഭാവം എനിക്കറിയാം, ഓനെ കുറിച്ച് എല്ലാം എനിക്കറിയാം, പിന്നെ നീ എന്ത് പറഞ്ഞാൽ അല്ല അങ്ങനെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമം. എന്തായാലും ഞാനും ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തായാലും പടച്ചോനെ വിട്ടിട്ടുണ്ട്. തവക്കൽത്ത് അല്ലാഹ്,
പഠിച്ചോൻ അത് തെളിയിക്കും. പിന്നെ നമുക്ക് നമ്മൾ പോകേണ്ട നിയമപരമായിട്ടുള്ള വഴിക്ക് നമ്മൾ പോകുന്നുണ്ട്. കാരണം ഞാൻ വിറ്റിനെങ്കിൽ അത് എന്തായാലും എന്റെ വിശ്വാസത്തിന്റെ ഫലമായിട്ട് ഞാൻ അള്ളാഹുവിനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനെ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും അതിനൊരു വഴി തുറന്നു തരും. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും പിന്നെ വീണ്ടും വീണ്ടും മറ്റുള്ള തരത്തിലും കൂടെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ സഹിച്ച് നടക്കുകയാണ്, എല്ലാം സഹിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ വീഡിയോയിൽ കുറേ അപാകതകളൊക്കെ വന്നേക്കാം. പിന്നെ എന്താ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവൂല. ഒന്നും അങ്ങനെ പിന്നെ യൂട്യൂബിലൊക്കെ വന്നിട്ടോ പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നും പിന്നെ ശീലല്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെടുക. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളെയും ജീവിക്കാൻ കുറ്റം പറയുന്നില്ല, ആരും നമ്മൾ കുറ്റം പറയുന്നില്ല, ആരും നമ്മൾ കുറ്റം പറയാൻ ഒരു അർഹതയും നമുക്കില്ല. പക്ഷെ ഓരോരുത്തരും ഇങ്ങനെ നമ്മളെ കുറിച്ച് പറഞ്ഞ് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു വേദന. ഞാൻ ശരിക്കും ആ സ്ത്രീ നമ്മളെ കുറിച്ച് അറിയ പോലില്ല, എന്നിട്ട് എന്തിനാ അവരങ്ങനെ ആ വീഡിയോ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത് കേൾക്കുന്നതിന്റെ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് തെളിയിക്കാം. എന്തായാലും ഞാൻ എൻ്റെ മോളെ വിറ്റിനെങ്കിൽ അത് ഞാൻ തെളിയിക്കും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോളെ കിട്ടാനാണ് ഇത്ര കൊല്ലം അറിഞ്ഞത്, 10 കൊല്ലത്തിന് മേലെ അറിഞ്ഞത് എൻ്റെ മോളെ കിട്ടാനാണ് നമ്മൾ രണ്ടാളും നല്ലോണം അറിഞ്ഞത്. അപ്പൊ ഞാൻ എൻ്റെ മോക്ക് വേണ്ടി അറിഞ്ഞെങ്കിൽ അത്രയും വേദന സഹിച്ച് അറിഞ്ഞെങ്കിൽ ഞാൻ വിറ്റെന്ന് പറഞ്ഞ വ്യക്തിനെ കൊണ്ട് ഞാൻ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ മോള് ഉപയോഗിച്ച തൊട്ടില്, എൻ്റെ മോള് ഉപയോഗിച്ച ചെരുപ്പ്, എൻ്റെ മോള് പോകുന്ന അന്നിട്ട് എൻ്റെ മോള് പെരുന്നാൾക്ക് ഞാൻ ഒരു ചെരുപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചെരുപ്പ് മോളന്ന് രാവിലെ ഇട്ട് ആ ചെരുപ്പ് അവള് പെരുന്നാളിൻ്റെ ഡ്രസ്സ്, എല്ലാ ഡ്രസ്സും ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തറിയാം, എൻ്റെ മോളോ ഇല്ല, എൻ്റെ മോൾ ഉപയോഗിച്ച സാധനങ്ങൾ എൻ്റെ കയ്യിലിരിക്കട്ടെ. അത്രക്കും നേറിയിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. സാരമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. എല്ലാവരും ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. 2025 നമ്മൾ മോളെ കിട്ടട്ടെ. പിന്നെ നമ്മൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ് പോകുന്നത്. പഠിച്ചോന്ന് വിചാരിച്ചിട്ട് ജീവിക്കാൻ അനുഭവിക്കുക. മനുഷ്യന്മാരാണ്, മരിക്കാൻ പറ്റില്ലല്ലോ, ജീവിക്കാൻ അനുഭവിക്കുക. മോളെ കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയല്ലോ എല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇത്രേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.